ശ്രീ ആൻഡ്രൂ, തന്ത്രമാണോ കേന്ദ്രത്തിന്? വലിയ തന്ത്രമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ 850 സീറ്റിലേക്ക് മണ്ഡല പുനർനിർണയം കൊണ്ടുവരുന്നത് തന്നെ വലിയൊരു തന്ത്രമാണ്. അവിടെ 543 വേണമെങ്കിൽ ഇവർക്ക് വനിതാ ബില്ല് നടപ്പിലാക്കാം, വനിതാ സംവരണം നടപ്പിലാക്കാം. പക്ഷേ അത് നടപ്പിലാക്കുന്നില്ല. 850 നടപ്പിലാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ 850 ആദ്യം നടപ്പിലാക്കണം, എന്നിട്ട് വേണം അതിനകത്ത് വനിതാ സംവരണം നടപ്പിലാക്കാൻ. അത് തന്നെ ഒരു ഇരട്ടത്താപ്പാണ് എന്നുള്ളത്. ഞാൻ പറയുന്നത് പ്രതിപക്ഷ പാർട്ടികൾ അതിനെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് വനിതാ സംവരണം നടപ്പിലാക്കണമെങ്കിൽ നിങ്ങൾ 540 നടപ്പിലാക്കൂ എന്നുള്ള കാര്യം വെല്ലുവിളിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഇറങ്ങിത്തിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 850 എന്ന് പറയുന്നത് അത് രണ്ട് ബില്ലും ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് പാർലമെൻറ്റിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ മണ്ഡല പുനർനിർണയവും ഈ പറഞ്ഞ വനിതാ സംവരണവും. അപ്പോൾ അതിനെ ആ അർത്ഥത്തിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്, ആ അർത്ഥത്തിൽ അതിനെ ട്രീറ്റ് ചെയ്താൽ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ചോദ്യത്തിന് മറുപടി ഉണ്ടാവില്ല. എന്താണ്, നിങ്ങൾ 540 നടപ്പിലാക്കൂ, കേരളത്തിൽ ഇന്ത്യയിൽ നിങ്ങൾ 540 നടപ്പിലാക്കൂ എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ BJP കുറച്ച് ബുദ്ധിമുട്ടും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വനിതാ സംവരണം എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നമുണ്ടല്ലോ, ആ പ്രശ്നത്തെ കോൺഗ്രസിന് നേരിടാൻ കഴിയത്തില്ല. കാരണം 70 കോടി ജനങ്ങളുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് 74 MP മാത്രം മതിയോ എന്നുള്ള ചോദ്യത്തിനകത്ത് വലിയ ബുദ്ധിമുട്ട് നേരിടും. അപ്പം അത് അങ്ങനെ BJPക്ക് അങ്ങനെ ഒരു ആംഗിളും ഇല്ല കേട്ടോ. ഈ 540 ആൾക്കാരിൽ 31% അല്ലെങ്കിൽ 40% വനിതകളെ കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യം BJPക്ക് ഇല്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഈ പറയുന്ന 16 പേരെ അല്ലല്ലോ മത്സരിപ്പിക്കേണ്ടത്. നമ്മളിപ്പോൾ അടുത്ത നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞതാണല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഒരു പകച്ചു നിൽക്കുന്നൊരു നിൽപ്പുണ്ട്. ആ നിൽപ്പ് എന്ന് പറയുന്നത് അവർക്ക് കാര്യം മനസ്സിലാവാഞ്ഞിട്ടല്ല, ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ്. ഞാൻ ഇന്ന് ശ്രദ്ധിച്ച ഒരു കാര്യം, സൗത്ത് ഇന്ത്യയിലെ 4 മുഖ്യമന്ത്രിമാരുടെയും പോസ്റ്റുകൾ ഞാൻ നോക്കി. അതിൽ പ്രധാനപ്പെട്ടത് DMK-ൻ്റെയാണ്, MK സ്റ്റാലിൻ്റെ, കേരള മുഖ്യമന്ത്രിയുടെ, അതുപോലെ തന്നെ തെലുങ്കാന മുഖ്യമന്ത്രിയുടെ ഒക്കെ നോക്കുന്നുണ്ട്. ഇവർക്ക് ഇതിന് ഒരു യൂണിറ്റി ഇല്ല. 3-4 പേരും 4 സ്റ്റൈലിലുള്ള സംസാരമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പറയേണ്ടത് എന്താണ്, ഇന്ത്യയിൽ ഈ വനിതാ സംവരണം വേണം, എങ്ങനെ 540 നടപ്പിലാക്കണം എന്നാണ് പറയേണ്ടത്. ആ ഒറ്റ ടാഗ്ലൈനെ ശരിക്കും പറയും ഇതിന് ഉണ്ടാവാൻ പാടുള്ളൂ. ആ ഒറ്റ ടാഗ്ലൈനുമായിട്ട് മുന്നോട്ട് പോകണം. 850 ഞങ്ങൾ നടപ്പിലാക്കാൻ എന്ന് പറഞ്ഞാൽ പുതിയ സെൻസസ് വന്നതിന് ശേഷം നടപ്പിലാക്കിയാൽ മതി എന്ന് പറയാൻ പറ്റണം. അതിലാണ് ഈ ഭിന്നിക്കാൻ വേണ്ടിയിരിക്കുന്നത്. ഇപ്പം BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തറിയോ, പ്രതിപക്ഷ പാർട്ടികളെ ഭിന്നിപ്പിച്ച് മാറ്റി നിർത്തുക. അതിൽ ഭിന്നിപ്പിച്ച് മാറ്റി നിർത്താൻ പറഞ്ഞാൽ ഇപ്പോൾ മായാവതിക്ക് വന്ന് പറയാൻ പറ്റില്ല ഇന്ത്യയിൽ വനിതാ സംവരണം വേണ്ട എന്ന് പറയാൻ കഴിയത്തില്ല, വേണമെന്നേ പറയാൻ കഴിയുള്ളൂ. സോണിയാഗാന്ധിക്ക് പറയാൻ പറ്റുമോ ഇന്ത്യയിൽ വനിതാ സംവരണം വേണ്ട എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ വനിതാ സംവരണം കൊണ്ടുവന്നത് എവിടെയാണ്, 540 എന്നുള്ളത് ഇന്ത്യ മുന്നണി പറയണം. ഞങ്ങൾ 543 വനിതാ സംവരണം കൊണ്ടുവന്നത്, അല്ലാതെ 850 എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു ടാഗ് ലൈൻ ഉണ്ടാക്കിയില്ലേ, അതുപോലെ ഒരു ടാഗ് ലൈൻ എവിടെ വേണം? അതുപോലെ ഒരു ടാഗ് ലൈൻ ഈ പറഞ്ഞ കാര്യത്തിനകത്ത് വേണം. അതെന്താണ് ആ ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ? 540 40% നടപ്പിലാക്കണം, 540 30% നടപ്പിലാക്കണം എന്നുള്ള ഒറ്റ ടാഗ് ലൈനിലേക്ക് ഇന്ത്യ മാറുക എന്നുള്ളതാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പറയുക, ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കഷ്ണം ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഗുജറാത്ത്, ഈ 6 സംസ്ഥാനം ആര് പിടിക്കുന്നു അവർ ഇന്ത്യ ഭരിക്കും. 6 സംസ്ഥാനം പിടിക്കുന്ന പാർട്ടി ഇന്ത്യ ഭരിക്കും എന്നുള്ളതാണ്. ഒരു ഇക്വാലിറ്റി ഉണ്ടായിരുന്നല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ഇക്വാലിറ്റി ഉണ്ടായിരുന്നല്ലോ, ആ ഇക്വാലിറ്റി നഷ്ടപ്പെടാൻ പോവുകയാണ്. ആ ഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതിനാൽ എല്ലാവർക്കും, അതായത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ അവരുടെ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കണ്ട ഒരു ഇക്വാലിറ്റി, പാർട്ടികൾക്ക് അതിനനുസരിച്ചുള്ള ഇക്വാലിറ്റി ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെടാൻ പോവുകയാണ്. ആ നഷ്ടപ്പെടുന്നതോട് കൂടിയിട്ട് ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന 4, 5, 6 സംസ്ഥാനങ്ങൾ തീരുമാനിക്കും ഇന്ത്യ ആര് ഭരിക്കണമെന്നുള്ളത്. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്? മധ്യപ്രദേശിനും ഉത്തർപ്രദേശിനും ഒക്കെ മാത്രമായി ഇന്ത്യയിലെ മാക്സിമം ഫണ്ടുകൾ ഉപയോഗിക്കും എന്നുള്ളതാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കേരളമോ കർണാടകയോ തമിഴ്നാടോ മിസോറാമോ അല്ലെങ്കിൽ ഗോവയോ ഒന്നും അവരുടെ മുന്നിൽ ഒരു രണ്ടാക്കിട സംസ്ഥാനങ്ങളായി മാറിപ്പോകും എന്നുള്ളതാണ്. അവർ നമ്മൾ 1 രൂപ പോലും ആ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ശൈലി അതാണ് സ്റ്റാലിൻ അതിനെക്കുറിച്ചുകൂടെ കുറച്ചും കൂടെ കാര്യമായി പറയുന്നുണ്ട്. BJP തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ് എന്നുള്ള നിലയ്ക്കാണ്. അതിനൊരു കാര്യമുണ്ട് കേട്ടോ, അവിടെ ഇലക്ഷൻ നടക്കുകയാണ്. കേരളത്തിലെ പാർട്ടികളുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ദയനീയമായിട്ട് തോന്നി. കാരണം നാളെ ഈ പാർലമെൻറ്റിൽ ഈ ബില്ല് കൊണ്ടുവരുന്ന സമയത്തുണ്ടല്ലോ, ശക്തമായ ഒരു പ്രതിഷേധവും കേരളത്തിൽ നിന്നില്ലാന്ന് ഇന്ന് നിങ്ങൾ എന്തെങ്കിലും കണ്ടോ? ഒരു രാജ്യം കണ്ട ഏറ്റവും വലിയ ബില്ലുമായി മുന്നോട്ട് പോവുകയാണ്. മനസ്സിലായോ? 540 നിന്ന് 850 പാർലമെൻറ്റുകൾ മാറുകയാണ്. അപ്പോൾ പാർലമെൻറ്റ് സീറ്റുകൾ മാറുകയാണ്. അപ്പോൾ 850 പോകുമ്പോൾ പിന്നെ ഒരിക്കലും ഇന്ത്യ മുന്നണിക്കോ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾക്കോ ഇന്ത്യ ഭരിക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യമില്ല.
ഒരു ബോധ്യമില്ല. അപ്പോൾ ഇത് പാർലമെൻറ്റിൽ പാസ്സായില്ല എന്നുള്ളതല്ല. ഇതെന്താണ്? ഇതൊരു തുറുപ്പ് ചീട്ടാണ്. ഈ തുറുപ്പ് ചീട്ട് വിജയിക്കാൻ കഴിഞ്ഞാലുണ്ടല്ലോ, ആ തുറുപ്പ് ചീട്ട് BJP എന്ന് പറയുന്ന പാർട്ടിയിൽ അങ്ങനെ ഇവർക്ക് ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. അവരെല്ലാ മാർഗ്ഗങ്ങളും നോക്കും. ഒരു ബില്ല് അമിത്ഷായും പിന്നെ നരേന്ദ്രമോദിയൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ആ ബില്ല് ഇല്ലാതാകുമെന്ന് വിചാരിക്കുന്നത് ഒന്നും കാണാതെ ആയിരിക്കും അവർ കൊണ്ടുവരിക എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്നു. ആരെ കൊണ്ടാണ് അതിൻ്റെ അധ്യക്ഷനാക്കിയത്? ഇന്ത്യയുടെ പ്രസിഡന്റിനെ പിടിച്ച് അതിൻ്റെ അധ്യക്ഷനാക്കി. എന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇന്ത്യയുടെ പ്രസിഡന്റ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അധ്യക്ഷനാണ്. അദ്ദേഹമാണ് ആ സമിതിയുടെ അധ്യക്ഷൻ. അദ്ദേഹം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ റിപ്പോർട്ടിൽ ആർക്കെങ്കിലും തള്ളിക്കളയാൻ പറ്റുമോ? അപ്പോൾ അത് ഗുലാം നബി ആസാദാന്ന് തോന്നുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ആ പാർട്ടിക്കുള്ളത് അല്ലേ? അപ്പം അതെ, അപ്പോൾ അത് ഒരിക്കലും ചെയ്യാൻ കഴിയത്തില്ല. അപ്പം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സോറി പ്രസിഡന്റ് ശരി രാംനാഥ് കോവിന്ദിൻ്റെ സോറി മാറിപ്പോയത്. അപ്പം രാംനാഥ് കോവിന്ദിനെ അതിൻ്റെ ആ സമിതിയുടെ അധ്യക്ഷനാക്കി വെക്കുകയാണ്. അപ്പം ഇത് എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിനെ എങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ ശക്തമായി ഇതിനെ അവലോകിക്കേണ്ടതാണ്. അത് കോൺഗ്രസും ഈ പറയുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ ഓരോ പാർട്ടികളുടെ കാര്യം പറയാം. അപ്പം ഇതിനെ എങ്ങനെ യോഗം ചേർന്ന് എങ്ങനെ പ്രതിഷേധിക്കാം എന്നുള്ളത്. അപ്പം ഞാൻ ഇന്ന് ഈ മീറ്റ് എഡിറ്റേഴ്സ് കയറുന്നതിന് മുന്നേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ നാഷണൽ പത്രങ്ങളുടെയും നാഷണൽ പിന്നെ എന്താണ് പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളുടെയും ഒക്കെ ആർട്ടിക്കിൾ വായിച്ചു നോക്കുന്ന സമയത്ത് എല്ലാം ഫോക്കസ് ചെയ്യപ്പെടുന്നത് വനിതയിലേക്കാണ്. എല്ലാ വാർത്തയും ഫോക്കസ് ചെയ്യപ്പെടുന്നത് വനിതാ സംവരണ ബില്ല് അല്ല എന്നുള്ളതാണ്. അപ്പം ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളെ മുഴുവൻ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. 80-90% വരുന്ന പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ മുഴുവൻ ഇന്ത്യയിൽ വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കാൻ പോകുന്നു. ഇതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയൊരു വിപ്ലവകരമായ തീരുമാനം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്കാണ് എന്നെ പ്രസൻറ്റ് ചെയ്യുന്നത്. ആ പ്രസൻറ്റ് ചെയ്യുന്നതല്ല സത്യാവസ്ഥ എന്നുള്ളതും ഇവിടെ മണ്ഡലം പുനർനിർണ്ണയം വരികയാണ്. മണ്ഡലം പുനർനിർണ്ണയത്തോടുകൂടി ഇന്ത്യയെ ഏകാധിപത്യ രാജ്യത്തേക്ക് മാറ്റാൻ പോവുകയാണ് എന്നുള്ള ശൈലിയിലേക്ക് ഈ പാർട്ടികൾക്ക് സംസാരിക്കാൻ കഴിയണം. അതിനെതിരെ ശക്തമായി പറയാൻ കഴിയണം. ആ രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടികൾക്ക് കഴിഞ്ഞില്ലുണ്ടല്ലോ. ഇവർക്ക് ചെയ്യാമല്ലോ. ഇപ്പോൾ BJPക്ക് ചെയ്യാമല്ലോ. BJPക്ക് ഇതൊന്നും നടപ്പിലാക്കേണ്ട കാര്യമില്ലല്ലോ. ഇവർ ഭരിക്കുന്ന 3 സംസ്ഥാനം വെച്ച് ബാക്കി സംസ്ഥാനങ്ങൾ മുഴുവനില്ലേ, അവിടെ മുഴുവൻ ഇവർക്ക് നിയമസഭയിലേക്ക് ഈ പറയുന്ന 40% നടപ്പിലാക്കിക്കൂടെ? ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൂടെ? വേണ്ട 27 വേണ്ട, ഒരെണ്ണത്തിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൂടെ? അപ്പം ഇനി സെൻസസ് വന്നാൽ അവർക്ക് പേടിക്കാനില്ല. അതും ഒരു മണ്ടത്തരം തീരുമാനമാണെന്ന് എൻ്റെ അഭിപ്രായം. 21 സെൻസസ് വെച്ചിട്ട് നിങ്ങൾ ഇത് നിർണ്ണയിക്കരുതല്ല. 2011 16 ഗുജറാത്തിലും പിന്നെ എന്താണ് MP-യിലും മധ്യപ്രദേശിലും UP-യിലൊന്നും ഉത്തർപ്രദേശിലൊന്നും ജനസംഖ്യ കുറയാൻ പോകുന്നില്ല. അതിനേക്കാൾ കൂടാനേ സാധ്യതയുള്ളൂ. അവർക്കത് കൂടുതൽ അഡ്വാൻറ്റേജ് ആവും എന്നുള്ളതാണ്. അതൊരു മണ്ടൻ തീരുമാനമാണ്. നമുക്ക് പറയുമ്പം ഇത് നടപ്പിലാക്കാൻ പാടുള്ളൂ എന്ന് പറയാം. അതൊരു മണ്ടൻ തീരുമാനമാണ്. പക്ഷേ ഈ കാര്യത്തിൻ്റെ അകത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യ പ്രകാരം ഇപ്പോൾ 543 സീറ്റുകളിൽ വനിതാ സംവരണം നടപ്പിലാക്കാൻ വേണ്ടി അത് മാത്രമല്ല ഈ ഡെമോഗ്രാഫി തന്നെ ചിലപ്പോൾ മാറ്റും. കേരളത്തിലേക്ക് 20 സീറ്റ് 30 സീറ്റായി മാറുമ്പോൾ വേണമെങ്കിൽ അവിടുത്തെ വിജയത്തിന്റെ ഒരു ഡെമോഗ്രാഫി നോക്കി വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ മാത്രമേ ഉറപ്പ് നൽകിയിട്ടുള്ളൂ എന്നത് പ്രധാനമാണ്. നടപ്പിലാകുമ്പോൾ ആ നിലയ്ക്ക് വരണമെന്നില്ല. നമ്മളിപ്പം പറയുമല്ലോ ഈ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളെ നിങ്ങൾ പിന്നെ ഇന്ത്യ വിഭജനം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ എന്താണ് ഇത് വേറെയായി ഒറ്റക്കെട്ടായി നിൽക്കും, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ള ഇതിൻ്റെയൊക്കെ സാഹചര്യങ്ങളിലേക്ക് വരും. കാരണം എന്തുകൊണ്ടാണ്? അവിടുന്ന് ഒരു സാധനം ഇങ്ങോട്ട് വരാതാവും, ഈ സംവിധാനങ്ങളിലേക്ക് വരാതാവും. കാരണം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഒരു സംസ്ഥാനത്ത്. ഇപ്പം നമ്മൾ ബീഹാറിലൊക്കെ ഉണ്ട്, ഇലക്ഷന് തൊട്ട് മുമ്പ് 16,000 കോടിയാണ് ഇപ്പോൾ തന്നെയാണ് അവസ്ഥ. 16,000 കോടിയാണ് കൊടുക്കുന്നത്. 16,000 കോടിയാണ് കൊടുക്കുന്നത്. അവിടെ നിതീഷ് കുമാർ ഇല്ല, അവിടെ BJP മുഖ്യമന്ത്രി വന്നു. ആദ്യമായിട്ട് BJP മുഖ്യമന്ത്രി വന്നത് നിതീഷിന്റെ മകന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഇല്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഈ ഏതു രാഷ്ട്രീയവുമായി സഖ്യം ചേരുന്നോ അവരെ വിഴുങ്ങുക എന്നതാണ് ചെയ്യുക. അതെ, ഇതിനെ ശക്തമായി പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ ഇങ്ങനെ കാണരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് നടപ്പിലാകില്ലയോ എന്നുള്ളതായി കാണരുത്. ഇതൊരു സൂചനയാണ്. ശക്തമായി എതിർക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. അതായത് ഇപ്പം തൃണമൂൽ നോക്കൂ, ദീദിയുടെ വോട്ട് ബാങ്ക് എവിടെയാ കിടക്കുന്നത്? അവരുടെ ശക്തി എവിടെയാ? ആ നാട്ടിലെ സ്ത്രീകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ പ്രതിരോധത്തിലാക്കും. വേണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് ഈ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്ന് സർക്കാരിനെ സഹായിക്കാനുള്ള തീരുമാനമെടുക്കാം. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ BJPക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ ശക്തമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും വാജ്പേയി സർക്കാരിൽ മന്ത്രിയായിരുന്നു മമതാ ബാനർജി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബന്ധമൊക്കെ ഇവർ തമ്മിലുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ആ രീതിയിൽ സഹായിക്കാം. ബന്ധമെല്ലാം നിലനിൽപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, സ്വന്തം നിലനിൽപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ബന്ധം. അതുപോലെ ശിവസേന, അതുപോലെ
ചെറിയ പാർട്ടികൾ 1-2 സീറ്റുകളുള്ള ചെറിയ പാർട്ടികൾ, അങ്ങനെ ഒരു 20-25 സീറ്റുണ്ട് NDA പക്ഷത്ത്. ശരി. അപ്പോൾ ആ ഇന്ത്യ പക്ഷത്ത്, അപ്പോൾ അവരെ വേണമെങ്കിലും അടർത്തിയെടുക്കാം. പക്ഷെ എന്നാൽ പോലും മമത ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ മമതയ്ക്കെതിരെ ബംഗാളിലെ സ്ത്രീകളെ അണിനിരത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഈ സ്ത്രീ സംവരണത്തിനെതിരെയാണ് മമത സംസാരിക്കുന്നത്. ശരി, അത് ആ രീതിയിൽ തന്നെയാണ്. അത് എങ്ങനെയാണ് പ്രതിപക്ഷം അത് കൃത്യമായി ഈ ജനങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അത് അങ്ങനെ അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത്. Meet the editors.